വ്യാപാരികളെ ദ്രോഹിക്കുന്ന സർക്കാരിനെതിരെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മറുപടി നൽകും. വ്യാപാര ലൈസൻസ് പുതുക്കുന്നതിന് സർക്കാർ നിർദ്ദേശിക്കുന്ന പുതിയ നടപടിക്രമം പാലിക്കുന്നതിൽ വ്യാപാരികൾക്കുണ്ടാകുന്ന പ്രതിസന്ധികളെ സംബന്ധിച്ച് ജൂൺ 30 മുൻപ് ചർച്ച ചെയ്യാമെന്ന് വകുപ്പ് മന്ത്രി വ്യാപാരികൾക്ക് വാക്ക് നൽകിയതാണ്. എന്നാൽ ചർച്ച പോലും നടത്താൻ സർക്കാർ തയ്യാറായില്ല. കെട്ടിട ഉടമ നികുതി അടയ്ക്കാത്തതിന് വ്യാപാരികൾക്ക് ലൈസൻസ് നിഷേധിക്കുന്നു. ഹരിത കർമ്മസേനയുടെ സേവനം ആവശ്യമില്ലാത്തവർക്ക് പോലും നിർബന്ധിച്ച് ഫീസ് അടപ്പിക്കുന്നു. ഏകപക്ഷീയമായ ആയിരക്കണക്കിന് രൂപയുടെ ബാധ്യത വ്യാപാരികളുടെ തലയിൽ കെട്ടിവെക്കുന്ന നടപടിയാണ് വ്യാപാര ലൈസൻസിലൂടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അധികൃതർ നടപ്പിലാക്കുന്നത്. വ്യാപാരികളുടെ ന്യായമായ ആവശ്യങ്ങൾക്കു നേരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന സർക്കാരിന്റെ ധാർഷ്ട്യത്തിനെതിരെ വരുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വ്യാപാരികൾ മറുപടി നൽകുമെന്ന് ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. സർക്കാർ നയങ്ങളിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ ചെറുകിട വ്യാപാര മേഖല ഭാവിയിൽ ഉണ്ടാകില്ലെന്നും കോർപ്പറേറ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് സർക്കാരുകൾ കൈക്കൊള്ളുന്നതെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപന ലൈസൻസ് എടുക്കുക എന്നത് നിലവിലെ പുതിയ നിയമങ്ങളിലെ അപാകത മൂലം വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും രാജു അപ്സര അഭിപ്രായപ്പെട്ടു. വ്യാപാര മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാരുകൾ തയ്യാറാവണമെന്നും രാജു അപ്സര പറഞ്ഞു. കുളപ്പള്ളി ഗസീബോ ഹെറിറ്റേജിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് ശ്രീ ബാബു കോട്ടയിൽ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് 2024-26 കാലയളവിലേക്കുള്ള പാലക്കാട് ജില്ലാ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. വരണാധികാരി ദേവസ്യ മേച്ചേരിയുടെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ശ്രീ ബാബു കോട്ടയിലിനെ പാലക്കാട് ജില്ലയുടെ പ്രസിഡന്റായും ജനറൽ സെക്രട്ടറിയായി കെ ഹമീദിനെയും ട്രഷററായി കെ ഹരിദാസ് എന്നിവരെയും വൈസ് പ്രസിഡന്റ്മാരായി VM ലത്തീഫ്, TP ഷക്കീർ, മുസ്തഫ മുളയങ്കാവ്, T രമേശ് ബേബി, CV ജെയിംസ്, TP സക്കറിയ, K ചന്ദ്രൻ, ബാസിദ് മുസ്ലിം, ഷെയ്ഖ് ചിന്നവ, സെക്രട്ടറിമാരായി സുന്ദർരാജ് കോങ്ങാട്, P ബാലമുരളി, MPM മുസ്തഫ, V പ്രജിത്ത്, അരവിന്ദൻ തിരുവാഴിയോട്, MS സിറാജ്, സതീഷ് മുതലമട എന്നിവരെയും തെരഞ്ഞെടുത്തു. സംസ്ഥാന ഭാരവാഹികളായ സർവശ്രീ കുഞ്ഞാവു ഹാജി, S ദേവരാജൻ, തോമസ് കുട്ടി, PC ജേക്കബ്, AJ ഷാജഹാൻ, KV അബ്ദുൽ ഹമീദ്, K അഹമ്മദ് ഷരീഫ്, സണ്ണി പൈമ്പിള്ളിൽ, ബാപ്പു ഹാജി, VM ലത്തീഫ്, സിബിൽ രാജ്, AJ റിയാസ്, സലീം രാമനാട്ടുകര, സുബൈദ നാസർ എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ സംഘടനയുടെ മുഖമുദ്ര ജനാധിപത്യമാണ്. നമ്മെ പോലെ ഇത്ര ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഇന്ത്യയിൽ വേറെ എങ്ങും ഇല്ല എന്ന് തന്നെ പറയാം. ഇത്തരം നന്മയുള്ള അപൂർവമായ ആളുകളെ കണ്ടെത്താൻ കഴിയും. എത്ര അഭിനന്ദിച്ചാലും മതിയാണ്. ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി സംബന്ധിച്ചിടത്തോളം ശ്രീ ബാബുക്കോട്ടയിലെ പോലെ നേതാവിനെ സംസ്ഥാന കമ്മിറ്റിക്ക് ലഭിച്ചത് സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ കാലത്ത് 2 വർഷത്തെ പ്രവർത്തനത്തിൽ കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കും. ശ്രീ ബാബുക്കോട്ടയിലും ശ്രീ VM ലത്തീഫും ശ്രീ ഹമീദും പാലക്കാട് ജില്ലയുടെ മാത്രമല്ല സംസ്ഥാനത്തിന്റെ അഭിമാന കഥാപാത്രങ്ങളാണ്. അവർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ശ്രീ ബാബു കോട്ടയിലെ സംസ്ഥാന കമ്മിറ്റി പൊന്നാനിയെ ചാടിച്ചെന്ന് ചിന്തിക്കുന്നു. നിങ്ങളോടൊപ്പം നിൽക്കാൻ, ഈ കരുത്തുറ്റ ഓരോ കൗൺസിൽ അംഗത്തോടൊപ്പം നിൽക്കാൻ എനിക്ക് അവസരം തന്നതിന്, നിങ്ങളോടൊപ്പം നിൽക്കാൻ എന്നെ അനുവദിച്ചതിന് നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പാലക്കാട് ജില്ലയെ നെഞ്ചിൽ ചേർത്ത് പിടിക്കുന്ന ബഹുമാനായ സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന ഭാരവാഹികളും ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളോടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ ജില്ലാ കമ്മിറ്റി ഇതോടുകൂടി കാലാവധി പൂർത്തീകരിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ്, പട്ടാമ്പി.